എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 8 ശ്ലോകം 5, 6, 7, 8, 9, 10, 11, 12 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. സമുദ്രം എന്താണ് പഠിപ്പിച്ചത് എന്ന് പറയണം അടുത്ത ശ്ലോകങ്ങളില് ദത്താത്രേയ മഹർഷി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. മുനി പ്രസന്നഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയ അനന്തപാരോഹ്യക്ഷോഭ്യ തിമിതോ ദൈവാർണവ. സമുദ്രത്തിലെ ജലം തെളിഞ്ഞും ആഴമേറിയും നിശ്ചലമായും ഇരിക്കും. ഇറങ്ങി സഞ്ചരിക്കാനോ ആഴം അറിയാനോ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടെന്ന് നിശ്ചയിക്കാനോ ആർക്കും കഴിയില്ല. മുനിയും ഇതുപോലെ ആയിരിക്കണം. പ്രസന്നമുഖനും ഗംഭീരാശയനും ആയിരിക്കുന്നതിനാൽ ഉള്ളിൽ എന്താണുള്ളതെന്ന് അറിയാൻ ആർക്കും കഴിയാതിരിക്കണം. സമുദ്രത്തിന്റെ ഒരു കരയിൽ നിന്ന് മറുകര കാണാൻ കഴിയാത്തതുപോലെ ആത്മരൂപനായിരിക്കുന്ന യോഗിയും കാലദേശാവസ്ഥകളാൽ പരിച്ഛേദിക്കത്തക്കവനല്ല. സമുദ്രത്തിൽ ഇറങ്ങാൻ വിചാരിക്കുന്നവൻ നക്രാദികളെ മുതലകളെയൊക്കെ ഭയപ്പെടണം. അതുപോലെ യോഗിയോട് പരിചയിക്കുന്നവനും തപശക്തിയെ ഭയപ്പെടണം. സമൃദ്ധകാമോഹീനോ വാ നാരായണ പരോ മുനി നോത്സർപ്പേത നശുഷ്യേത സരിദ്ഭിരിവസാഗര എന്ന് തന്നെയല്ല, വർഷകാലത്ത് പല മാർഗത്തിൽ കൂടി വെള്ളം ഒഴുകി വന്ന് സമുദ്രത്തിൽ ചേരും. വേനൽക്കാലത്ത് ഈ വരവില്ല. എങ്കിലും സമുദ്രത്തിന്റെ പൂർണ്ണാവസ്ഥ ഈ 2 കാലത്തും ഒരേപോലെ തന്നെയാണ് അല്ലെ. അതുപോലെ ഐശ്വര്യാദികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുനിക്ക് സന്തോഷ സന്താപങ്ങൾ ഉണ്ടാവരുത്. എപ്പോഴും ഒരേ നിലയിൽ ഈശ്വരധ്യാന തൽപരനായിരിക്കണം എന്ന് ഞാൻ സമുദ്രത്തിൽ നിന്ന് പഠിച്ചു. ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം തൽഭാവൈരജിതേന്ദ്രിയ പ്രലോഭിത പതത്യന്ധേ തമസ്യഗ്നൗ പതംഗവത്. പാറ്റയിൽ നിന്ന് എന്താ പഠിച്ചത് എന്ന് പറയണു. ഇന്ദ്രിയങ്ങളെ കീഴടക്കാതെ പുരുഷൻ ഈശ്വരമായ പോലെ തന്നെ മോഹിപ്പിക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് അവളുടെ വിലാസാദി ചേഷ്ടകളാൽ മോഹിപ്പിക്കപ്പെട്ടവനായിട്ട് പാറ്റ തീയിൽ വീണിട്ടെന്ന പോലെ നരകത്തിൽ വീണ് നശിക്കുന്നു. യോഷിൽ ഹിരണ്യാംഭരണാംബരാദിദ്രവ്യേഷു മായാരജിതേഷു മൂഢ പ്രലോഭിതാത്മാഹി ഉപഭോഗബുദ്ധ്യ പതംഗവന്നശ്യതി നഷ്ടദൃഷ്ടി. സ്ത്രീ, ധനം, വസ്ത്രം, ആഭരണം എന്നീ പദാർത്ഥങ്ങളിലെ മൂഢന്മാർക്ക് താല്പര്യം ജനിക്കുന്നു. മായാമയങ്ങളാകയാൽ പരമാർത്ഥ സുഖം അവയിൽ നിന്ന് കിട്ടില്ല. വിവേകമില്ലാത്തത് കൊണ്ട് അവയെ സുഖസ്ഥാനങ്ങളായി കരുതി മൂഢന്മാര് അവയെ സമ്പാദിക്കാനായിട്ട് അധ്വാനിച്ചുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടുന്നു. അവസാനം പുരുഷാർത്ഥം പ്രാപിക്കാതെ നശിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ച ശലഭങ്ങള് അതിൽ വീണ് നശിക്കുന്നത് പോലെ സ്ത്രീ മുതലായവ കണ്ടു മോഹിച്ച് നശിക്കരുത് എന്ന് ഞാൻ പാറ്റകളിൽ നിന്ന് പഠിച്ചു. പാറ്റകളുടെ കാര്യമാണ് പറയണത്. സ്തോകം സ്തോകം ഗ്രസേൽ ഗ്രാസം ദേഹോ വർത്തേതയാവത ഗൃഹാനഹിംസന്നാതിഷ്ഠേൽ വൃത്തിം മാധുകരിം മുനി. ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടത്ര ഭക്ഷണം മാത്രമേ മുനി സ്വീകരിക്കാൻ പാടുള്ളൂ. അത് ഒരു ഗൃഹത്തിൽ നിന്ന് തന്നെ എടുക്കുകയും അരുത്. ഓരോ ഗൃഹത്തിൽ നിന്നും അല്പാൽപം വാങ്ങി ആർക്കും ഭാരമാകാതെ തന്റെ ശരീരത്തെ നിർവഹിക്കണമെന്നും, ഒരു ഗൃഹത്തിൽ തന്നെ നിവസിച്ചാൽ അവരിൽ താല്പര്യം വർദ്ധിച്ച് ക്രമേണ സംസാര ബന്ധമുണ്ടാവാൻ ഇടവരുമെന്നും വണ്ടിൽ നിന്നും പഠിച്ചു. വണ്ട്
ഒരു പൂവിൽ നിന്ന് തന്നെ തനിക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥമായ തേൻ മുഴുവൻ എടുക്കില്ല. ഓരോന്നിൽ നിന്ന് അല്പാൽപം എടുത്ത് ഒന്നിലും ആസക്തി വയ്ക്കാതെ ഇരിക്കണം. ഏതെങ്കിലും ഒരു പുഷ്പത്തിലുള്ള സൗരഭ്യം ആഗ്രഹിച്ചുകൊണ്ട് അതിൽ തന്നെ കുറെ അധിക സമയം ഇരുന്നാൽ സൂര്യാസ്തമനത്തിൽ ആ പുഷ്പം മുകളിതമാകുമ്പോൾ അതിനുള്ളിൽ അകപ്പെട്ടു പോകുന്നു. അതിനാൽ ഒരേയിടത്തും സ്ഥിരമായിരിക്കാതെ ഓരോ ഗൃഹങ്ങളിൽ നിന്ന് അല്പാൽപം ഭക്ഷണം വാങ്ങി ശരീരത്തെ നിർവഹിക്കണം. ധനികരുടെ ആശ്രയത്തിന് പാത്രീഭൂതനാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അതാണ് അതിന്റെ സാരം. അണുഭ്യശ്ച മഹൽഭ്യശ്ച ശാസ്ത്രേഭ്യ കുശലോ നര സർവതസാരമാദദ്യാൽ പുഷ്പേഭ്യൈവ ഷഡ്പദ. പുഷ്പങ്ങള് വലുതായാലും ചെറുതായാലും അതിലുള്ള സാരമായ തേനിനെ മാത്രമേ വണ്ട് എടുക്കുള്ളൂ. അതുപോലെ വിവേകിയും വലുതും ചെറുതുമായ ശാസ്ത്രങ്ങളിൽ നിന്ന് സാരം മാത്രം സ്വീകരിക്കണം എന്നും ഞാൻ വണ്ടിൽ നിന്ന് പഠിച്ചു. സായന്തനം സ്വസ്ഥനം വാ ന സംഗൃഹീത ഭിക്ഷിതം പാണിപാത്രോദരാമത്രോ മക്ഷികേവ ന സംഗ്രഹീ. പുഷ്പങ്ങളിൽ നിന്ന് തേനെടുത്ത് ഭക്ഷിക്കുകയും ശേഖരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്ന തേനീച്ചകളെ തേനെടുക്കുന്ന ജനങ്ങള് കൊല്ലുന്നു. ഇങ്ങനെ തേൻ കൂട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഈ ഉപദ്രവം അവയ്ക്കുണ്ടാകാൻ അവകാശമില്ല. തേനീച്ചകള് ആ തേനിങ്ങനെ എടുത്ത് സംഭരിച്ചു വെക്കും. ഒരു തുള്ളി പോലും കഴിക്കില്ല. അതുകൊണ്ടാണല്ലോ അവരെ ആ കൂട് പോലും തകർത്ത് അവരെ വധിക്കണത്. ഇതുപോലെ ഭിക്ഷുവും ഭിക്ഷയെടുത്ത് കിട്ടുന്ന അന്നം അപ്പപ്പോ ഭക്ഷിക്കുന്നതല്ലാതെ മറ്റൊരു സമയത്തേക്ക് വേണ്ടി കരുതി വെക്കരുത്. ഭക്ഷണം വാങ്ങാൻ പാത്രം തന്റെ കൈയും സൂക്ഷിക്കാനുള്ള പാത്രം വയറും ആയിരിക്കണം. സായന്തനം സ്വസ്ഥനം വാ ന സംഗൃഹീത ഭിക്ഷുക മക്ഷികായിവ സംഗൃഹൻ സഹതേന വിനശ്യതി. വൈകുന്നേരത്തേക്ക് നാളത്തേക്ക് എന്ന വിചാരത്താൽ ഭിക്ഷാന്നം സൂക്ഷിച്ചു വെക്കുന്ന ഭിക്ഷുവും തേനീച്ചകൾ തേനോടുകൂടി നശിക്കുന്നത് പോലെ നശിച്ചു പോകും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.